എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു എപ്പിസോഡാണത്. ഭയങ്കര കളർഫുൾ ആയിട്ടുള്ളൊരു ഓണം സെലിബ്രേഷനാണ്. എല്ലാവരും അവസാനം വരെ ഒന്ന് കണ്ടു നോക്കണേ. ഇതിലും പാട്ടും ഡാൻസും എല്ലാം കൊണ്ടും നല്ല അടിപൊളിയായൊരു ഓണമായിരുന്നു. ഓണമായിട്ട് ശിവയും കേശും ഒന്നും ഒപ്പിക്കാതിരിക്കില്ല. ചെറുക്കൻ ഫോട്ടോ എടുത്ത് തുടങ്ങിയോടെ ഫോട്ടോ എടുക്കണ വേറെ പണിയൊന്നുമില്ല. അച്ഛൻ വിളിച്ചൊന്നുമില്ലേ? ഫോട്ടോ എടുക്കാൻ ഫോട്ടോ എടുത്ത് കളിക്കണം ബ്രോ. എന്റെ ഒരു ഫോട്ടോ ഇരി ബ്രോ. ഫോണ് മാറ്റിക്കോ. അതല്ല ക്ലോസ് ചെയ്തു. റെഡി. നല്ല അസല് പണിയാണ് ടാക്കേശ് കൊടുത്ത്. പാർക്കുട്ടിയൊക്കെ എന്ത് ക്യൂട്ടല്ലേ, എന്ത് രസം, എന്ത് ഭംഗിയാ മൊത്തത്തിലെല്ലാം കാണാൻ. കളിക്കല്ലേ പിള്ളേരിക്കാണ് കളിക്കല്ലേ ചുമ്മാ കാര്യം പറയാം. പിള്ളേരെ കൊണ്ടല്ലേ പറയുന്നുണ്ടോ എന്തെത്ര ഇളക്കം? കൊറേ നേരം കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് കാണുന്നുണ്ട്. അങ്ങോട്ടോടണം ഇങ്ങോട്ടോടണം, ഇങ്ങോട്ട് ചാടണം അങ്ങോട്ട് ചാടണം, ആട്ടമാണ് പാട്ട് പാടണം, എന്തോന്ന്. ഇത്ര സുന്ദരിയായ ഒരു ഭാര്യ ഇരിക്കുമ്പോ ഞാൻ പിള്ളേരൊക്കെ നോവായി നോക്കണത്. നീ ഇരിക്കല്ലേ? സുന്ദരിയാണോ? സുന്ദരി അല്ലേ? ആണ്. സുന്ദരി മാത്രമല്ല, ആദ്യത്തും സുന്ദരി സുശീലയും എന്തോന്നല്ലേ പറഞ്ഞത്. ഒരു നിന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു സത്യം പറഞ്ഞാൽ മതി കേട്ടാ. ഒരു ദേവി എഴുന്നള്ളി വന്നവരുണ്ട്. നേരത്തെ പറയാനേ ഇനി ഞാൻ പറയാം. ഇനി നമ്മൾ പറയാം. ഞാനേ മണ്ടിയല്ല കേട്ടാ. എത്ര വയസ്സായിപ്പോ? എത്ര വയസ്സായിപ്പോ? 54. ഓർമ്മ വേണം. എന്ത് ടേഷനായോ നീലുവിൻ്റെ അവിയൽ.
അയ്യോ രക്ഷയില്ലേട്ടാ ഭയങ്കര അതൊന്നുമില്ല, ബാലുവിന്റെ പുളിയിഞ്ചി എന്റെ പൊന്നോ. പോളി അവിടുന്ന് പുളിയിഞ്ചിയില്ല, പഴം പായസം, നീരുവിന്റെ പഴം പായസം. ഈ ഏത്തപ്പഴം നുരുതുരാന്ന് അരിഞ്ഞിട്ട് നെയ്യിലിട്ട് ഇങ്ങനെ വരട്ടി ഒരുപാട് സമയം എടുക്കണം. എന്നിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ഇങ്ങനെ കടുവറുത്ത് ഇങ്ങനെ താളിച്ചാലിട്ട്. കടുവറുത്ത പായസത്തിന് കടുവത്തല്ല, എന്താ ചെയ്യണ്ട നീരു? നെയ്യിൽ താളിച്ചിട്ട് നെയ്യിൽ താളിച്ചിട്ടിട്ട് ഇങ്ങനെ എനിക്ക് അപാര സംഭവം കേട്ടോ. അയ്യോടാ കുഞ്ഞ് കഴിക്കുന്നത് നോക്കും. പാറക്കുട്ടി തരുവായ ഇനി അച്ഛൻ വരുവായ. അച്ഛൻ കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ?